Friends, welcome back. Pressure cooker gaskets, ബേക്കിംഗ് ഓവൻ മോൾഡ്, ഡോർമാറ്റ്സ് എന്നിവയിലെ വ്യത്യസ്ത റബ്ബറുകളും അവയുടെ പ്രാധാന്യവും ഒരു സാങ്കേതിക വിശകലനം. നമ്മുടെ നിത്യജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത 3 റബ്ബർ ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. പ്രഷർ കുക്കറിൽ ഉപയോഗിക്കുന്ന ഗാസ്കറ്റ്, ബേക്കിംഗ് അവനിൽ ഉപയോഗിക്കുന്ന മോൾഡ്, ഡോർമാറ്റ് എന്നിവയാണ് അവ. ഈ 3 റബ്ബർ ഉൽപ്പന്നങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്ന റബ്ബർ വ്യത്യസ്തമാണ്. പ്രഷർ കുക്കർ ഗാസ്കറ്റിൽ പ്രധാനമായും നൈട്രൽ റബ്ബറും, ബേക്കിംഗ് ഓവൻ മോൾഡിൽ സിലിക്കോൺ റബ്ബറും, ഡോർമാറ്റുകളിൽ മുഖ്യമായും നാച്ചുറൽ റബ്ബറും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രത്യേക റബ്ബറുകൾ ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായി വരുന്നത്? അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി സിന്തറ്റിക് റബ്ബറുകളുടെയും നാച്ചുറൽ റബ്ബറിന്റെയും പ്രോപ്പർട്ടികൾ പരിശോധിക്കേണ്ടതുണ്ട്. ചിത്രത്തിൽ വിവിധ നിറത്തിലുള്ള ഗാസ്കറ്റുകൾ, മഫിൻ മോൾഡുകൾ, റബ്ബർ മാറ്റ് തുടങ്ങിയവ കാണാം. കൂടാതെ റോ നൈട്രൽ റബ്ബർ, സിലിക്കോൺ റബ്ബർ, നാച്ചുറൽ റബ്ബർ തുടങ്ങിയവയും കാണാം. ഇവിടെ സൂചിപ്പിച്ച റബ്ബർ ഉൽപ്പന്നങ്ങളിൽ വ്യത്യസ്ത റബ്ബറുകൾ ഉപയോഗിക്കുന്നതിന്റെ കാരണത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനായി ടേബിൾ 1 പരിശോധിക്കാം. ടേബിളിൽ നൈട്രൽ റബ്ബർ, സിലിക്കോൺ റബ്ബർ, നാച്ചുറൽ റബ്ബർ എന്നിവയുടെ 11 ക്വാളിറ്റി പാരാമീറ്റേഴ്സ് താരതമ്യം ചെയ്തിരിക്കുന്നു. നൈട്രൽ റബ്ബറിന്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ -25നും 120നും, സിലിക്കോൺ റബ്ബറിൻ്റെത് -85നും 180നും, നാച്ചുറൽ റബ്ബറിൻ്റെത് -45നും 70 ഡിഗ്രി സെന്റിഗ്രേഡിനും ഇടയ്ക്ക് ആണ്. കൂടുതൽ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യുന്നത് സിലിക്കോൺ റബ്ബർ ആണെന്ന് കാണാം. ലോവസ്റ്റ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ അഥവാ TGയും സിലിക്കോൺ റബ്ബറിനാണ്, -120 ഡിഗ്രി സെന്റിഗ്രേഡ്. ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്നാൽ റബ്ബർ ബ്രിട്ടിൽ ആകുന്ന ടെമ്പറേച്ചർ. ഈ അവസ്ഥയിൽ റബ്ബറിന് എല്ലാ റബ്ബറി പ്രോപ്പർട്ടികളും നഷ്ടപ്പെട്ട് മൈൽഡ് പ്രഷർ കൊടുത്താൽ പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിൽ എത്തുന്നു. ഈ 3 റബ്ബറുകളിൽ ഏറ്റവും വേഗത്തിൽ ബ്രിട്ടിൽ ആകുന്നത് നൈട്രൽ റബ്ബറാണ്. രണ്ടാമത് നാച്ചുറൽ റബ്ബറും ആണെന്ന് കാണാം. അതായത് കൂടുതൽ സുരക്ഷിതത്വം സിലിക്കോൺ റബ്ബറിനാണ്. ഹാർഡ്നെസ് നാച്ചുറൽ റബ്ബറിന് 90 ഷോർ വരെ ലഭിക്കുമ്പോൾ സിലിക്കോൺ റബ്ബർ കുറച്ച് സോഫ്റ്റ് ആയി കാണാം. 90 ഷോർ വരെ അതിന് ലഭിക്കുന്നു. ടെൻഷൻ സ്ട്രെങ്ത് നാച്ചുറൽ റബ്ബറിന് ഹയസ്റ്റ് 25 മെഗാ പാസ്കലും സിലിക്കോൺ റബ്ബറിന് ലോവസ്റ്റും ആണെന്ന് കാണാം. ഗം സിലിക്കോൺ റബ്ബറിന് <3 മെഗാ പാസ്കലും ഫിൽഡ് സിലിക്കോൺ റബ്ബർ കോമ്പൗണ്ടിന് 10 മെഗാ പാസ്കലും ടെൻഷൻ സ്ട്രെങ്ത് ലഭിക്കുന്നു. ഫില്ലർ ഇല്ലാത്ത റബ്ബർ കോമ്പൗണ്ടിനെയാണ് ഗം കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഗമ്മിന് എല്ലാ പ്രോപ്പർട്ടികളും ഫിൽഡ് റബ്ബർ കോമ്പൗണ്ടിനേക്കാൾ കുറവായിരിക്കും. റെസീലിയൻസ് എന്ന പ്രോപ്പർട്ടി നാച്ചുറൽ റബ്ബറിന് എക്സലന്റ് ആണ്. റെസീലിയൻസ് എന്നാൽ റീബൗണ്ട് പ്രോപ്പർട്ടി എന്നാണ്. നൈട്രൽ റബ്ബറിന് റെസീലിയൻസ് തീരെ കുറവും സിലിക്കോൺ റബ്ബറിന് താരതമ്യേന നല്ല ബൗൺസും ആണ് ഉള്ളത്. ഓസോൺ റെസിസ്റ്റൻസ് സിലിക്കോൺ റബ്ബറിന് എക്സലന്റ് ആണ്. നാച്ചുറൽ റബ്ബറിനും നൈട്രൽ റബ്ബറിനും അത് പുവറാണ്. വെജിറ്റബിൾ ഓയിൽ റെസിസ്റ്റൻസ് നൈട്രൽ റബ്ബറിന് എക്സലന്റ് ആണ്. അതുകൊണ്ടാണ് നൈട്രൽ റബ്ബർ പ്രഷർ കുക്കർ ഗാസ്കറ്റ് നിർമ്മാണത്തിന് മുഖ്യമായും ഉപയോഗിക്കുന്നത്. സിലിക്കോൺ റബ്ബറും ഭേദപ്പെട്ട ഓയിൽ റെസിസ്റ്റൻസ് തരുന്നുണ്ട്. എന്നാൽ നാച്ചുറൽ റബ്ബർ ഇക്കാര്യത്തിൽ വളരെ വീക്കാണ്. ഓയിൽ റെസിസ്റ്റൻസ് നാച്ചുറൽ റബ്ബറിൽ പുവറാണ്. ഈ പ്രോപ്പർട്ടി കമ്പാരിസണുകളിൽ നിന്ന് എന്തുകൊണ്ടാണ് പ്രഷർ കുക്കർ ഗാസ്കറ്റിന് നൈട്രൽ റബ്ബറും ബേക്കിംഗ് ഓവൻ മോൾഡിന് സിലിക്കോൺ റബ്ബറും ഡോർ മാറ്റുകൾക്ക് നാച്ചുറൽ റബ്ബറും ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഡോർ മാറ്റ് നിർമ്മാണത്തിന് നാച്ചുറൽ റബ്ബറിന് പുറമെ സിന്തറ്റിക് റബ്ബറുകളും ആവശ്യാനുസരണം ഉപയോഗിക്കുന്നുണ്ട്. പ്രഷർ കുക്കറിൽ ഉപയോഗിക്കുന്ന നൈട്രൽ റബ്ബർ ഗാസ്കറ്റാണ് ചിത്രത്തിൽ. ഇനി പ്രഷർ കുക്കർ ഗാസ്കറ്റിന്റെ നൈട്രൽ റബ്ബർ അടിസ്ഥാനമാക്കിയുള്ള ഫോർമുലേഷൻ പരിശോധിക്കാം. ടേബിൾ 2 ശ്രദ്ധിക്കുക. റബ്ബർ കോമ്പൗണ്ടിങ്ങിൽ ഒരു പൊതു തത്വമുണ്ട്. റബ്ബറിന് റബ്ബറി പ്രോപ്പർട്ടി ലഭിക്കണമെങ്കിൽ റബ്ബർ വൾക്കനൈസേഷന് വിധേയമാകേണ്ടതുണ്ട്. വൾക്കനൈസേഷൻ എന്നാൽ റബ്ബർ സൾഫറുമായോ മറ്റ് വൾക്കനൈസിംഗ് ഏജന്റുകളുമായോ ഉന്നത ഊഷ്മാവിലും പ്രഷറിലും ക്രോസ് ലിങ്ക് ചെയ്ത് സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രോസസ്. നാച്ചുറൽ റബ്ബർ കൂടുതൽ അൺസാച്ചുറേറ്റഡ് ആകയാൽ കൂടുതൽ സൾഫറുമായി ക്രോസ് ലിങ്ക് ചെയ്യുന്നു. നാച്ചുറൽ റബ്ബറിന് കോഞ്ചുഗേറ്റഡ് ഡൈൻ സ്ട്രക്ചർ ആണ് ഉള്ളത്. കൂടുതൽ കെമിസ്ട്രി പറയുന്നില്ല. സിന്തറ്റിക് റബ്ബറുകളിൽ
അൺസാച്ചുറേഷൻ കുറവാകയാൽ സൾഫർ കുറച്ചുപയോഗിച്ചാൽ മതിയാകും. 100 പാർട്ട് നാച്ചുറൽ റബ്ബറിന് 3 പാർട്ട് സൾഫർ വരെ ഉപയോഗിക്കുമ്പോൾ സിന്തറ്റിക് റബ്ബറിൽ പരമാവധി 1.5 PHR സൾഫറാണ് ഉപയോഗിക്കാറുള്ളത്. സിന്തറ്റിക് റബ്ബറുകളിൽ ക്യൂറിങ്ങിനായി അഥവാ വൾക്കനൈസിങ്ങിനായി മെറ്റൽ ഓക്സൈഡുകളും പെറോക്സൈഡുകളും ഉപയോഗിക്കാറുണ്ട്. ടേബിൾ 2-ൽ പ്രഷർ കുക്കർ ഗാസ്കറ്റിന്റെ ഫോർമുലേഷൻ കൊടുത്തിട്ടുണ്ട്. യൂറോപ്രിൻ എന്ന നൈട്രൽ റബ്ബറും സിങ്ക് ഓക്സൈഡ്, സ്റ്റീറിക് ആസിഡ് തുടങ്ങിയ ആക്ടിവേറ്ററുകളും ക്ലേ അഥവാ കയോലിൻ, അൾട്രാസിൽ VN3 എന്ന പ്രിസിപ്പിറ്റഡ് സിലിക്കയും ഫില്ലറുകളായി ഉപയോഗിച്ചിരിക്കുന്നു. Si69 എന്നത് ഒരു കപ്ലിംഗ് ഏജന്റ് ആണ്. ടൈറ്റാനിയം ഡയോക്സൈഡ് നല്ല പ്രോഡക്റ്റ് അപ്പിയറൻസിന് വേണ്ടിയും മെസോമോൾ പ്രോസസിംഗ് ഓയിലായും DEG അഥവാ ഡയത്തിലിൻ ഗ്ലൈക്കോളും TMTD ടെട്രാമിഥൈൽ തൈറാം ഡൈസൾഫൈഡും ആക്സിലറേറ്ററുകളായും ഉപയോഗിച്ചിരിക്കുന്നു. സൾഫർ ഡോസേജ് വെറും 0.4 PHR ആണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആക്സിലറേറ്ററുകൾ പ്രധാനമായും വൾക്കനൈസിംഗ് ടൈം അഥവാ ക്യൂറിംഗ് ടൈം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എങ്കിലും ഇവിടെ TMTD ടെട്രാമിഥൈൽ തൈറാം ഡൈസൾഫൈഡ് ഒരു സൾഫർ ഡോണർ ആയിട്ട് കൂടി പ്രവർത്തിക്കുന്നു. നൈട്രൽ റബ്ബർ ഒരു സിന്തറ്റിക് റബ്ബർ ആകയാൽ സൾഫർ ഡോസേജ് 1.5 PHR താഴെ മതിയാകും. കൂടാതെ TMTD അഡീഷണൽ സൾഫർ ഡൊണേറ്റ് ചെയ്യുക കൂടി ചെയ്യുന്നു. സിന്തറ്റിക് റബ്ബറുകൾ സാധാരണയായി 160 ഡിഗ്രി സെന്റിഗ്രേഡിന് മുകളിലാണ് വൾക്കനൈസ് ചെയ്യുന്നത്. നൈട്രൽ ഗാസ്കറ്റിനും ക്യൂർ ടെമ്പറേച്ചർ 160 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഗാസ്കറ്റിന്റെ തിക്നെസ് അനുസരിച്ച് ക്യൂർ ടൈം അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ടെൻഷൻ സ്ട്രെങ്ത് 11.8 മെഗാപാസ്കലും ഇലോങ്കേഷൻ റേറ്റ് 800%ഉം ഹാർഡ്നെസ് ഷോറെ 60ഉമാണ് നൈട്രൽ റബ്ബർ ഗാസ്കറ്റിൽ. കംപ്രഷൻ സെറ്റ് 100 ഡിഗ്രി സെന്റിഗ്രേഡിൽ 70 മണിക്കൂറിന് ശേഷം 57% ആണ് വേണ്ടത്. വിവിധ തരം പ്രഷർ കുക്കർ ഗാസ്കറ്റുകളാണ് ചിത്രത്തിൽ കാണുന്നത്. അതിൽ നൈട്രൽ റബ്ബറും സിലിക്കോൺ റബ്ബറും ഉപയോഗിച്ചുള്ള ഗാസ്കറ്റുകൾ കാണാം. ബേക്കിംഗ് ഓവൻ മോൾഡിന്റെ ഫോർമുലേഷനാണ് ടേബിൾ 3-ൽ കൊടുത്തിരിക്കുന്നത്. സിലിക്കോൺ റബ്ബർ 100 പാർട്ട്, ഫ്യൂംഡ് ഓർ പ്രിസിപ്പിറ്റേറ്റ് സിലിക്ക 20 മുതൽ 40 PHR, പ്ലാസ്റ്റിസൈസർ 5 മുതൽ 10 PHR, ക്യൂറിംഗ് ഏജന്റ് ഡൈകുമൈൽ പെറോക്സൈഡ് അഥവാ DCP 1 to 2 PHR, പിഗ്മെന്റ്സ് കളർ പിഗ്മെന്റ്സ് ആസ് റിക്വയർഡ്, സ്റ്റെബിലൈസർ ആസ് റിക്വയർഡ് എന്നിങ്ങനെയാണ് ഫോർമുലേഷൻ. ഇവിടെ സൾഫറിന് പകരം DCP അഥവാ ഡൈകുമൈൽ പെറോക്സൈഡ് ആണ് ക്യൂറിംഗ് ഏജന്റായി ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റ് മെറ്റൽ ഓക്സൈഡുകളും ക്യൂറിംഗ് ഏജന്റായി ഉപയോഗിക്കാവുന്നതാണ്. സിലിക്കോൺ റബ്ബർ ക്യൂർ ചെയ്യുന്ന ടെമ്പറേച്ചർ 150 മുതൽ 204 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയാണ്. ആദ്യത്തെ 3 mm തിക്നെസ് വരെ 30 മിനിറ്റും പിന്നീടുള്ള ഓരോ 3 മിനിറ്റ് തിക്നെസ്സിനും 5 മിനിറ്റ് അഡീഷണൽ ആയും കൊടുത്ത ക്യൂർ ടൈം സെറ്റ് ചെയ്യണം. സിലിക്കോൺ ബേസ്ഡ് പ്രൊഡക്റ്റുകളിൽ പോസ്റ്റ് ക്യൂറിംഗ് കൂടി ചെയ്യാറുണ്ട്. മോൾഡിങ്ങിന് ശേഷം 204 ഡിഗ്രി സെന്റിഗ്രേഡിൽ 3 മണിക്കൂർ ക്യൂർ ചെയ്യേണ്ടതാണ്. ചിത്രങ്ങളിൽ കാണുന്നത് സിലിക്കോൺ റബ്ബർ കൊണ്ടുള്ള മഫിൻ മോൾഡുകൾ, കേക്ക് മോൾഡുകൾ, കമ്പാരിസൺ വിത്ത് ഡേഞ്ചറസ് ഓൾഡ് മെത്തേഡ്സ് വിത്ത് സേഫ് സിലിക്കോൺ റബ്ബർ മോൾഡുകൾ എന്നിവയാണ്. സിലിക്കോൺ റബ്ബർ കൊണ്ടുള്ള ഫീഡിംഗ് ബോട്ടിൽ നിപ്പിളും ചിത്രത്തിൽ കാണാം. നാച്ചുറൽ റബ്ബർ കൊണ്ടുള്ള ഫീഡിംഗ് ബോട്ടിൽ നിപ്പിളുകൾ ഇന്ന് കാണുന്നില്ല. നാച്ചുറൽ റബ്ബർ റിപ്പീറ്റഡ് ആയി സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് കഴിയുന്നില്ല. എന്നാൽ സിലിക്കോൺ റബ്ബർ കൊണ്ടുള്ള നിപ്പിൾ എത്ര തവണ വേണമെങ്കിലും സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഡോർമാറ്റ് ഫോർമുലേഷൻ പരിശോധിക്കാം. ടേബിൾ 4-ൽ ഒരു ടിപ്പിക്കൽ ഡോർമാറ്റ് ഫോർമുലേഷൻ കൊടുത്തിരിക്കുന്നു. ഇത് ഒരു ലോ കോസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. 30 പാർട്ട് നാച്ചുറൽ റബ്ബർ ഉപയോഗിക്കുമ്പോൾ മേജർ പോർഷനും റിക്ലൈംഡ് റബ്ബറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, 150 പാർട്ട്. ഏകദേശം 50% റബ്ബർ റീക്ലൈംഡ് റബ്ബറിൽ ഉണ്ടാകുമെന്ന് കൺസിഡർ ചെയ്താണ് റെസിപ്പി തയ്യാറാക്കുന്നത്. ഇവിടെയും ആക്ടിവേറ്ററുകളായ സ്റ്റീറിക് ആസിഡ്, സിങ്ക് ഓക്സൈഡ് തുടങ്ങിയവയും ആക്സിലറേറ്ററുകളായ TMT, ആക്സിലറേറ്റർ F തുടങ്ങിയവയും ഉപയോഗിച്ചിരിക്കുന്നു. ക്ലേ 10 പാർട്ടും ടയർ പൗഡർ 250 പാർട്ടും ഫ്ലോ പൗഡർ 120 പാർട്ടും പ്രോസസ് ഓയിൽ 60 പാർട്ടും സൾഫർ 3 പാർട്ടും ഉപയോഗിച്ചിരിക്കുന്നു. നാച്ചുറൽ റബ്ബറിന്റെ ക്യൂറിംഗ് ടെമ്പറേച്ചർ സാധാരണയായി 180 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. കൂടുതൽ ഉയർന്ന ഊഷ്മാവിൽ നാച്ചുറൽ റബ്ബർ ഡീഗ്രേഡ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ. ക്യൂറിംഗ് ടൈം റിയോഗ്രാഫിൽ ലഭിക്കുന്ന T90 അനുസരിച്ചാണ് കണക്കാക്കുന്നത്. T90 എന്ന് പറയുന്നത് ഒരു റബ്ബർ കോമ്പൗണ്ട് 90% വൾക്കനൈസ് ചെയ്യുന്നതിനുള്ള സമയമാണ്. ബാക്കിയുള്ള 10% ക്യൂറിംഗ് പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യുന്ന ടെമ്പറേച്ചർ കൊണ്ട് നടക്കുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡോർമാറ്റുകൾ നാച്ചുറൽ റബ്ബർ കൊണ്ട് മാത്രമല്ല നിർമ്മിക്കപ്പെടുന്നത്. ബയറിന്റെ ആവശ്യപ്രകാരം മാറ്റ് നിർമ്മാണത്തിന് സിന്തറ്റിക് റബ്ബറുകളും ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് റെസ്റ്റോറന്റ് മാറ്റ് എന്ന് ആവശ്യപ്പെട്ടാൽ നൈട്രൽ റബ്ബർ കൂടി നാച്ചുറൽ റബ്ബറിനോടൊപ്പം
ബ്ലെൻഡ് ചെയ്ത് ഫോർമുലേറ്റ് ചെയ്യാവുന്നതാണ്. പൂർണ്ണമായും സിന്തറ്റിക് റബ്ബർ ഉപയോഗിച്ചും മാറ്റ് നിർമ്മിക്കാവുന്നതാണ്. കോസ്റ്റ് കൂടുമെന്ന് മാത്രം. പലതരം മാറ്റുകൾ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഡോർ മാറ്റ്, റെസ്റ്റോറന്റ് മാറ്റ്, കൗ മാറ്റ്, ഹോഴ്സ് മാറ്റ്, കാർ മാറ്റ് തുടങ്ങിയവ. ചിത്രത്തിൽ കാണുന്നത് ഹോളോ മാറ്റ്, വിവിധ ഇനം പിൻ മാറ്റുകൾ തുടങ്ങിയവയാണ്. വീഡിയോയിൽ കാണുന്നത് സിലിക്കോൺ റബ്ബർ ഉപയോഗിച്ച് പ്രഷർ കുക്കർ ഗാസ്കറ്റ് നിർമ്മിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് പ്രൊഡക്ഷൻ ലൈനാണ്. ഫീഡിംഗ് ബോട്ടിൽ നിപ്പിളിന്റെ നിർമ്മാണമാണ് ഒരു ഭാഗത്ത് കാണുന്നത്. ഈ വീഡിയോയിൽ കൺവെൻഷനലായി ബേസിക് മെഷീനുകളെ ആശ്രയിച്ച് പ്രഷർ കുക്കർ ഗാസ്കറ്റ് നിർമ്മിക്കുന്ന രീതിയാണ്. സാധാരണയായി നൈട്രൽ റബ്ബർ ബെയിലുകളായി 30 തൊട്ട് 35 കിലോഗ്രാം വരെ ആയിട്ടാണ് ലഭിക്കുക. മില്ലിൽ മിക്സ് ചെയ്യുന്നതിന് ഉള്ള സൗകര്യത്തിനായി ചെറിയ പീസുകളാക്കുന്ന പ്രവൃത്തിയാണ് വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നൈട്രൽ റബ്ബർ മില്ലിൽ മാസ്റ്റിക്കേറ്റ് ചെയ്ത് ബാൻഡ് ചെയ്ത ശേഷം ഇൻഗ്രീഡിയന്റുകൾ റബ്ബറിൽ ഡിസ്പേഴ്സ് ചെയ്ത് എടുക്കുന്നു. അതിനായി പ്രോസസിംഗ് ഓയിലും ഉപയോഗിക്കുന്നു. മിക്സിംഗ് അവസാന ഭാഗം ശ്രദ്ധിക്കുക. അവിടെ ഗാസ്കറ്റ് ഷേപ്പ് ചെയ്തെടുക്കുന്നതിന് ആവശ്യത്തിനുള്ള തിക്നെസ്സിൽ കോമ്പൗണ്ട് റബ്ബർ ഷീറ്റായി തയ്യാറാക്കി എടുക്കുന്നു. തുടർന്ന് ഈ ഷീറ്റിനെ ചെറിയ സ്ട്രിപ്പുകൾ ആക്കി മാറ്റുന്നു. ഈ സ്ട്രിപ്പുകൾ ഒരു എക്സ്ട്രൂഡറിലൂടെ കടത്തിവിട്ട് ഷേപ്പുള്ള സ്ട്രിപ്പുകൾ ആക്കി മാറ്റുന്നു. ഈ സ്ട്രിപ്പുകൾ ഒരു സ്ക്രൂ പ്രസ്സിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മോൾഡിനകത്തേക്ക് ഫില്ല് ചെയ്ത് ക്യൂർ ചെയ്ത് എടുക്കും. അങ്ങനെ പ്രഷർ കുക്കർ ഗാസ്കറ്റ് നിർമ്മാണം വലിയ എക്സ്പെൻസീവ് അല്ലാതെ പൂർത്തിയാക്കുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മാനുവൽ എഫർട്ട് കൂടുതലാണ്. സ്ക്രൂ പ്രസ്സിലാണ് ഇവിടെ മോൾഡിംഗ് നടക്കുന്നത്. മോൾഡിൽ വേണ്ട പ്രഷർ നൽകുന്നത് മാനുവലായി സ്ക്രൂ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ്. എന്നാൽ ഹൈഡ്രോളിക് പ്രസ്സിൽ പ്രസ്സിംഗ് ഹൈഡ്രോളിക് ആയിട്ടാണ് നടക്കുന്നത്. മോൾഡ് ഹീറ്റിങ്ങിന് ഗ്യാസും ഇലക്ട്രിക് എലമെന്റുകളും ഉപയോഗിക്കുന്നുണ്ട്. സ്ക്രൂ പ്രസ്സിന് ഹൈഡ്രോളിക് പ്രസ്സിനേക്കാൾ ചിലവ് കുറയുമെങ്കിലും മാനുവൽ എഫർട്ട് കൂടുതലാണ്. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് സിലിക്കോൺ റബ്ബർ ഉപയോഗിച്ച് ബേക്കിംഗ് ഓവൻ മോൾഡുകൾ നിർമ്മിക്കുന്നതാണ് കാണുന്നത്. കൂടാതെ മഫിൻ മോൾഡുകൾ നിർമ്മിക്കുന്നതും കാണാം. വീഡിയോയിൽ ഏറ്റവും അവസാന ഭാഗത്ത് നാച്ചുറൽ റബ്ബർ കൊണ്ട് നിർമ്മിച്ച വിവിധ തരം റബ്ബർ മാറ്റുകളാണ് എക്സിബിറ്റ് ചെയ്യുന്നത്.
ചുരുക്കത്തിൽ നമ്മുടെ ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രഷർ കുക്കർ ഗാസ്കറ്റ്, ബേക്കിംഗ് ഓവൻ റബ്ബർ മോൾഡ്, ഡോർമാറ്റ് എന്നിവയെക്കുറിച്ചുള്ള വിവരണം പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ബന്ധപ്പെടുവാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.